എനിക്കൊരു സംശയം തിരക്കുണ്ടമ്മേ. നമ്മളെ കാരോൾ ഭാഗം സ്ഥലത്തേക്ക് ഇവിടെ വണ്ടികളെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്താണ്. കാറിൻ്റെ മാത്രം ആയിട്ടുള്ളൊരു കഥയാണ് ഫുള്ള് പറയാൻ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കുറച്ച് സാധനം മേടിക്കാനുണ്ട് കാറിലേക്ക്. അത് മേടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഡൽഹിക്ക് നമ്മൾ വിട പറയാണ്. ഞങ്ങള് അടുത്തത് നമ്മുടെ താജ്മഹൽ ആഗ്ര. ഇവിടെ കുറേ ഇങ്ങനത്തെ അമ്പലങ്ങളാണോ അതോ എന്തൊക്കെ അറിയില്ല, കുറേ കാണാൻ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളാ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാ. അവിടെ നമ്മുടെ വർക്ക് വണ്ടികളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മെക്കാനിക്ക്. വണ്ടിയുടെ ബാക്കി വർക്ക് നോക്കണം. ഓക്കെ, ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ്. ये गाड़ी है ना आपका दिल्ली में रजिस्टर करे, दिस नॉट अलाउड. ऐसे ये नहीं बोलता है वो ऑल इंडिया टूर जाने वाले हैं, पंजाब से आने वाले हैं, वो गाड़ी उधर छोड़ के कैसे आएगा? हम कैसे? वी आर गोइंग टू आगरा एंड वी आर गोइंग टू आफ्टर दैट वी आर गोइंग टू हैदराबाद. सो बोलेगा ये गाड़ी नहीं लेके जा सकते, वो साइड पर रखूं. ऐसे कैसे होगा सर? दिस इज नॉट गुड. क्योंकि अगर ऐसे है तो सब है हमारे पास. എൻ്റെ നാട്ടിലേക്കുള്ള ഒരു യാത്ര പോണ വഴിക്ക് പോവാന്ന് വെച്ചാൽ പെട്ടെന്നൊരു പ്ലാനായിരുന്നു. നമ്മളെ ഫുഡ് കഴിക്കാൻ കറിക്കാട്ടോ. കേരളത്തിന് ഇവിടെ ഒരു ഇത് മോള് ചെറിയ മിനി മോള് വേണം. മോളല്ല, ഫുഡിൻ്റെ ഏരിയ മാത്രമായിട്ട് എല്ലാ ഫുഡും കിട്ടുന്നുണ്ടാവും. ചോറ്, റൊട്ടി, ദോശ, പാവ് ബജി, സാമ്പാർ. ഇതൊക്കെ താജ്മഹൽ ഓരോ സ്റ്റോറീസ് കേട്ടോ. ഇതൊക്കെ ഓരോരോ അമ്പലങ്ങളാണ്. ഈ അമ്പലം ഇപ്പം നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി നടക്കാട്ടാ. കുറച്ചുണ്ട് നടക്കാനായിട്ട്. അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോണേക്ക് ബാക്കി വിശേഷമാണ്. ഏകദേശം നമ്മൾ താജ്മഹലിലേക്ക് എത്താറായിട്ടാ. താജ്മഹൽ ഒരു ചെറിയൊരു ഇത് കാണാണ്ടോ കൂടുന്നത്. ഇപ്പം നേരെ നടന്ന് പോയി നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിച്ചു വളർന്ന സ്ഥലം കേട്ടോ. ഇതിനുള്ളിലാണ്. ഇതിനുള്ളിലേക്ക് പോകണല്ല അവിടെ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബാക്കി ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാൻ പറ്റുക. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമ്മൾ വൃന്ദാവൻ കാണാൻ പോകട്ടാ. നമ്മളെല്ലാവരും ഇങ്ങനെ നടന്ന് അങ്ങനെ നമ്മളത് ശ്രീകൃഷ്ണ ജന്മസ്ഥാനം, ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്കാണ് ശ്രീകൃഷ്ണൻ ജനിച്ചു വന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട, ഇത് കല്ലൊക്കെ കൊത്തി പടുത്തിട്ട് കൃഷ്ണൻ്റെ ജാതകം ഒക്കെ വെച്ചിട്ട്. ഇത്
ഇത് കാണുന്ന ഈ അതിൽ കല്ല് പോലുള്ള കല്ലുകളിൽ അതിൽ കളറും അല്ലാണ്ട് ചുവപ്പ് കളറിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ യമുന നദി, ഗംഗ യമുന നദി. അത് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ യമുന നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? അപ്പൊ നമ്മളിന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാട്ടോ. അച്ഛൻ അറ്റത്തൊറ്റ കിടക്കട്ടെ, നിരാശ കാമ്പുവിനെ പോലെ. താജ്മഹൽ. നമ്മളിത് താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാൻ പോട്ടോ. ഉള്ളിൽ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം. ഓക്കെ ഗായ്സ്, ഇതാണ് ഗായ്സ് താജ്മഹൽ. അങ്ങനെ അടുത്ത ഇന്ത്യൻ അത്ഭുതം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനം നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ മുകളിലേക്ക് കയറണങ്ങ വളരെ വിചാരിച്ചത് ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. കുട്ടൻ്റെ പോകുന്നത് കേട്ടിട്ട്